ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഗ്രൂപ്പ് 1 ടീം മെമ്പേഴ്സാണ്. നമ്മളിന്ന് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരുടെ പ്രോബ്ലംസ് ചോദിച്ചറിയാനാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ആളുകൾ സാധാരണ നേരിടുന്ന പ്രശ്നത്തെ പറ്റി അറിയാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ പലരിൽ നിന്ന് ഞങ്ങൾക്കൊരു വേഗമായിട്ടുള്ളൊരു ഉത്തരവാണ് കിട്ടിയത്. സോ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രോബ്ലത്തെ പറ്റി അവരോട് ചോദിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത പ്രോട്ടോടൈപ്പാണ് ഈ കാണുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് ക്ലീനിങ് സിസ്റ്റം. ഇത് വാട്ടർ ടാങ്കിൻ്റെ ലിഡിൽ മൗണ്ട് ചെയ്ത് വെക്കുകയും ഇതിൽ നിന്ന് ഒരു ടെലസ്കോപ്പിക് ആം താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ എക്സ്റ്റെൻഡ് ചെയ്ത ആമിൻ്റെ എൻഡിൽ നിന്ന് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിബ്സ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ഈ റിബ്സിൻ്റെ അറ്റത്ത് ഒരു റൊട്ടേറ്റിംഗ് സ്ക്രബിംഗ് ബ്രഷും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ആം സ്ലോലി താഴേക്ക് പോകുന്നതനുസരിച്ച് ഈ ബ്രഷസ് ടാങ്കിൻ്റെ വാൾ മുഴുവൻ സ്ക്രബ് ചെയ്ത് ക്ലീൻ ആക്കുന്നു. ക്ലീനിങ് ഫിനിഷ് ആയാൽ ആംസ് തിരിച്ച് റിട്രാക്ട് ചെയ്ത് അത് മൗണ്ട് ചെയ്തേക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വിഷ്ണു. അപ്പോൾ വിഷ്ണു ബ്രോൻ്റെ അടുത്ത് ചോദിക്കാൻ പോവാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, വീടുകളിലെല്ലാം വാട്ടർ ടാങ്ക് ഉണ്ട്, കുടിവെള്ളം നമ്മൾ സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. അപ്പോൾ ടാങ്കുകൾ നമ്മൾ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോൾ മണ്ണ്, ചെളി ഇതെല്ലാം നമ്മൾ മാത്രമല്ല, ഇപ്പൊ ടാങ്കുകൾ വൃത്തിയായിട്ട് നമ്മൾ കഴുകണം. കാരണം എന്ന് പറയുമ്പോൾ മസ്തിഷ്ക ജ്വരം പോലത്തെ അങ്ങനെയുള്ള അണുബാധകളൊക്കെ വന്നിട്ട് ഒരുപാട് മരണമൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ നിങ്ങളിപ്പം കണ്ടുപിടിച്ചേക്കുന്നത്? അപ്പം ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ഫിറ്റിംഗ് ആണ്. അതായത് ഞങ്ങളുടെ ഒരു മെഷീനാണ്. ആ മെഷീൻ ഞങ്ങൾ ഒരു ടാങ്കിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തോന്നുമ്പോൾ സ്വിച്ച് ഇടാം. നമുക്ക് ഇപ്പൊ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എത്ര ഒരു ഫ്രീക്വൻസി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അതായത് ഒരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോളൂ. അതായത് മെഷീൻ എന്നാന്ന് വെച്ചാൽ നമ്മള് ടാങ്കിന്റെ അടപ്പിൽ ഒരു മെഷീൻ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അത് താഴെ വരെ പോവും, തിരിച്ച് മുകളിൽ വരും. ഫിത്തി എല്ലാം കഴുകി. അങ്ങനെയാണ് ഞങ്ങളുടെ ഐഡിയ. അപ്പൊ ഈ ഒരു ഐഡിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമല്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിപ്പം എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഈ എപ്പോഴും ടാങ്ക് കയറി ക്ലീൻ ചെയ്യാനോ അങ്ങനെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ ഞാൻ പോലും വീട്ടിൽ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കഴുകുന്നത്. കാരണം നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പൊ സൺഡേ ഒക്കെ ലീവ് ആണെങ്കിൽ പോലും നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് കയറി പ്ലാൻ ചെയ്ത് കഴുകുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനൊരു ഓട്ടോമാറ്റിക് മെഷീൻ ഇങ്ങനെ ഉണ്ട്, നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലേക്കും ഇങ്ങനെയുള്ള ഈ അണുബാധ മറ്റുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വെള്ളം കുടിക്കുന്ന ടാങ്കുകളിൽ അണുബാധകൾ അല്ല അതേപോലെയുള്ള മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ വരാതെ വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കും എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു തീരുമാനമാണ്. അതിന് ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമായിരിക്കും. എല്ലാ വീടുകളിലും നിർബന്ധമായിട്ട് ഇത് വെക്കും, തീർച്ചയാണ്. അപ്പൊ ഞങ്ങൾ ഈ ഐഡിയ ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഈ ഐഡിയ ആയിട്ട് തീർച്ചയായും മുന്നോട്ട് പോകണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങളത് സപ്പോർട്ട് ചെയ്യും. എല്ലാവരും ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്നായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനെ സാധനം സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീടുകളിൽ വെക്കുകയും ചെയ്യും. ശരി. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സോണി സെബാസ്റ്റ്യൻ. വീട്ടിലൊക്കെ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്യുന്നത്? ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിനകത്ത് ആരെങ്കിലും ഇറങ്ങേണ്ടി വരും. ഇറങ്ങി ക്ലീൻ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ട് ക്ലീൻ ആക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരും, അല്ലാതെ നമ്മളെക്കൊണ്ട് മിക്കവാറും ഇറങ്ങിച്ച് നടക്കത്തില്ല. ഈ ബുദ്ധിമുട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ടാങ്കിൻ്റെ അടപ്പിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് താഴോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ടൈമുള്ളപ്പോൾ അത് ഓണാക്കിയിട്ട് താനെ മേലെ തൊട്ട് താഴെ വരെ ക്ലീൻ ആവും. അപ്പോൾ അത് കുറച്ച് നല്ല പരിപാടിയാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരമാവുമോ അതോ? തീർച്ചയായിട്ടും അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ സാധാരണ വീട്ടിലെ ടാങ്ക് ഒക്കെ എപ്പോഴാണ് ക്ലീൻ ആക്കാറ്? നമ്മളിപ്പോ പറഞ്ഞാൽ ഒരു 2 മാസം കൂടുമ്പോൾ. അപ്പോൾ നല്ലപോലെ ചെളി പിടിച്ചിട്ടുണ്ടോ? ഈ പൈപ്പ് വാട്ടർ ഈ പഞ്ചായത്തിന്റെ കണക്ഷൻ ആകുമ്പോൾ പൊടി ഇതൊക്കെ വരും അല്ലേ? അപ്പം നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ടാങ്കിലേക്ക് ഒറ്റ ടൈമിൽ ഇറക്കി വെക്കുവാണെങ്കിൽ അത് ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഒരാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലീൻ ആകും, വെള്ളം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കി എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെയൊക്കെ നല്ലതായിരിക്കും. എപ്പോഴും ശുദ്ധമായ വെള്ളം കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അതിന്റെ പ്ലാനിങ്ങിലാണ്. ഞങ്ങൾ പ്രോട്ടോടൈപ്പ് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ താമസമില്ലാതെ വരും. ഓക്കെ.
സഹകരിക്കുക. ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ ടാങ്ക് ക്ലീൻ ചെയ്യുക എന്നത് എഫേർട്ടായ ഒരു ടാസ്ക് ആണ്. അതിന് പ്രായമുള്ളവർക്കൊക്കെ ഭയങ്കര ക്ലീൻ ചെയ്യാനും പിന്നെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കാനും ഭയങ്കര പ്രയാസമുള്ളതാണ്. പിന്നെ ക്ലീൻ ചെയ്യാണ്ടിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്ലാനും വെച്ച് ഒരു ക്രിയേഷനാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു.